ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിനക്ക് നേരുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈശോ ഇന്ന് കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷണങ്ങൾക്ക് ശേഷം ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു. അതിനുശേഷം മടങ്ങി ദൗത്യത്തിലേക്ക് പോകുന്ന ഈശോയെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷകൻ ഇങ്ങനെ പറയുന്നു. 4-ാം അധ്യായം 14-ാം തിരുവചനം. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെന്നും വ്യാപിച്ചു. ഈശോ മടങ്ങിപ്പോയത് ആത്മാവിൻ്റെ ശക്തിയോടു കൂടിയാണെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. പരീക്ഷിക്കപ്പെട്ടവൻ അതിനെ മറികടന്നപ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി നീങ്ങി. ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ മറികടക്കുമ്പോൾ നീയും പോകുക ഇതുപോലെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയായിരിക്കും. ഓരോ പരീക്ഷണങ്ങളും, ജീവിതത്തിൽ ഓരോ സെറ്റ് വാക്കുകളും, ഓരോ സങ്കടങ്ങളും നിനക്കൊരു നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആത്മാവിൽ നിറയപ്പെട്ട് ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള നിധി. സങ്കടം കൂടാതെ, ചഞ്ചലിക്കാതെ ജീവിതത്തിന് മുമ്പിലുള്ള പരീക്ഷണങ്ങളെ മറികടന്നാലേ ഈ ശക്തിയിൽ മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും ജീവിത സഹനങ്ങളെയെല്ലാം നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട് നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും നിൻ്റെ ശക്തിയും സമാധാനവും സ്നേഹവും എല്ലാം ഈ വ്യക്തിയെ നിറയപ്പെടാൻ ഇടയാകട്ടെ എന്ന് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ